ഇതിൽ നോക്ക് ഒരാളറിഞ്ഞറിയോ? അതായത് കേന്ദ്രമന്ത്രി റഹീം സാഹിബിന്റെ മകൻ അൻസാർ റഹീമാണ് ഒരു വിമതൻ. അജിത്തെ, ഇതൊക്കെ മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചേഞ്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു. സൂര്യനാട് പറയില്ലായിരുന്നു, എനിക്കറിയാം. ഇത് സത്യമല്ലേ? അങ്ങനെ 8 വാർഡുകൾ ഒരുപക്ഷെ തിരുവനന്തപുരവുമായി തുലനം ചെയ്യാൻ പറ്റുന്ന റിബൽ ശല്യം കൊല്ലത്തുകൊണ്ട്. മുസ്ലിം ലീഗ് എന്നുള്ള ആന്റണി രാജു, സത്യസന്ധമായിട്ട് പറ, താങ്കൾ ഇന്നും സത്യങ്ങളെ പറയുള്ളൂ, എനിക്കറിയാം. ഇവിടെയും ഈ റിബൽ UDF സാധ്യതകളെ. പക്ഷേ തിരുവനന്തപുരത്തിന്റെ അത്രയും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുള്ളൂ. കാരണം കോൺഗ്രസ് റിബലുകൾ വളരെ കുറവാണ്. കോൺഗ്രസ് റിബലുകൾ വളരെ ഇവിടെ കോൺഗ്രസ് റിബലുകളാണ് മുഴുവൻ. ഈ അൻസാർ റഹീം അല്ല, അതെ, അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് കോൺഗ്രസ് റിബലുകൾ വളരെ വളരെ കുറവാണ്. ഇവിടെ 15 കോൺഗ്രസ് റിബലായി. കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് അതില്ല. SRS അവിടെ CPM കൂടെ ഒരു സീറ്റിൽ മത്സരിക്കുന്നതായിട്ട് കേട്ടല്ലോ. അവരെ സ്ഥാനാർത്ഥിയില്ല, രണ്ടുപേർക്കും സ്ഥാനാർത്ഥിയില്ല. രണ്ടുപേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല അവസാനം വരെ. എന്താ പ്രഖ്യാപിക്കാൻ അറിഞ്ഞൂടാ. കാരണം അപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോ SRS പറയും ഞാൻ കേവലം മാധ്യമ പ്രവർത്തകൻ മാത്രമാണ്. കൊല്ലത്ത് പോകാറില്ല. കൊല്ലത്തും പോകുന്നുണ്ട്. മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകനും. ഇവിടെ പലരും രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് രാഷ്ട്രീയം പ്രവർത്തിച്ചു. കൊല്ലത്ത് CPM ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചില മനുഷ്യരല്ലേ ഇവരെയൊക്കെ മൃഗങ്ങളായിട്ട്. ഒരു ചെറിയ കാര്യം, നമ്മുടെ ഇവിടുത്തെ മേയർ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടുകയായിരുന്നു. ഞാൻ ഇന്ന് വരെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ മേയറെ സംബന്ധിച്ചോളം പറഞ്ഞത്, ഒരു അഴിമതി കേസിൽ ഞാൻ പ്രതിയല്ല, വിജിലൻസ് എൻ്റെ പേരിൽ കേസില്ല. പക്ഷെ കൊല്ലത്തെ സ്ഥിതി അതല്ല. കഴിഞ്ഞ 3 മേയർമാരും കേസിലെ പ്രതികളാണ്. നമുക്ക് ഒരുപക്ഷെ ഈ ഫ്ലോറിന്റെ പുറത്തു നിന്നൊരു അഭിപ്രായം കൊല്ലത്തെ കുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. സൂര്യനാട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൊല്ലത്തൊരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മുടെ പച്ചേരുവാണ്. CR രാമേന്ദ്രൻ നമ്മുടെ പച്ചേരുവാണ്. ഇല്ല, അതിന്റെ ഒരു ഇടതുപക്ഷ ചായ്വ് ഇക്കുറിയും ആവർത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. BJP ഒരു വലിയ ഘടകമായി തീർന്നിട്ടില്ല. അവരുടെ SNDP സഖ്യധാരണയൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിച്ചതും വോട്ടർമാർ തന്നെയാണ്. ജാതീയമായ ഒരു വേർതിരിവ് വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും കാണേണ്ടതുണ്ട്. ഈ സ്ത്രീ വോട്ടർമാരുടെ വർദ്ധിച്ച പങ്കാളിത്തം ആശങ്കയുണർത്തുന്നതാണ്. ഈ ബാലകൃഷ്ണപിള്ള അത് ഒരു വലിയ ഘടകമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പില് മാറും എന്ന് വിലയിരുത്താൻ കഴിയത്തില്ല. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം UDFന് നേരിയ ഒരു മുൻതൂക്കം ഇത്തവണ ഉണ്ടായിക്കൂടുന്നില്ല. RSPയുടെ UDFിലേക്കുള്ള കടന്നുവരവ് അതിലൊരു പ്രധാന ഘടകമാണ് എന്നത് കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. പൊതുവിൽ ഒരു തരംഗമൊന്നും ഇല്ലെങ്കിലും ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കോട്ടയ്ക്ക് വലിയ കോട്ടം സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. സൂര്യനാണ് വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതിൽ താങ്കൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ആശ്വസിക്കാൻ മാത്രമല്ല, വളരെ ബാലൻസ് ചെയ്ത ഒരു കാര്യം. കാരണം 2 കാര്യം പറഞ്ഞു. ഈ BJP മറ്റേ SNDP ബാന്ധവം വളരെ ശക്തമായി വരേണ്ട ഒരു ജില്ലയാണ് അവിടെ. പക്ഷെ അവിടെയാണ് ആദ്യം പരീക്ഷിക്കേണ്ടിയിരുന്നത്. അവിടെ ഒന്നും ആരും ശ്രദ്ധിക്കാൻ പോലും. സത്യം പറ, പാളിയോ? രാഷ്ട്രീയ പരീക്ഷണങ്ങളല്ലേ അല്ല, അതല്ല, എന്നാലും ഒരു കിരിയിരിപ്പ്. അതൊരു പരീക്ഷണമാണ്. കോൺഗ്രസും ചേർന്ന് ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തി. 967 CPM മുസ്ലിം ലീഗുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കിയതുമായിട്ട് സാമ്യമാണോ ഇതിനുള്ളത്? അല്ല, ഇപ്പോഴും മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായിട്ട് SDPI ആയിട്ടും മലബാർ ഭാഗത്ത് പല. എനിക്ക് ഒരൊറ്റ ചോദ്യം കുമാരെ, അതായത് മൊത്തത്തിൽ ഇവിടെ SRSും സൂര്യനാടും ആന്റണി രാജുവും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ അജിത്തും പറഞ്ഞു. അതായത് കേന്ദ്ര നേതൃത്വം ഇങ്ങനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആ കുട്ടിയെ എടുത്ത് നിങ്ങൾ ഒക്കെ തീർത്തും, നിങ്ങളെടുത്ത് താഴെ വെക്കും, വീണ്ടും എടുത്ത് ഒക്കത്ത് വെക്കും, നിങ്ങളെടുത്ത് താഴെ വെക്കും. പിടിച്ചൊരു കുട്ടിയുടെ കഥ പറഞ്ഞത് താങ്കളുടെ ഉണ്ടായിരുന്നില്ല? ഞാൻ കേട്ടു. ഞാനല്ല പറഞ്ഞു, എന്നോട് പറയാൻ വേണ്ടി അജിത്ത് പറഞ്ഞു തന്നാണ്. ഞാൻ എന്നതായിട്ടൊന്നും ഞാൻ പറഞ്ഞത്, അജിത്ത് എനിക്ക് ചിട്ട് തന്നു. മാധ്യമങ്ങളിത് ചുമ്മാ ഏത് വിഷയം കിട്ടിയാലും ഇപ്പൊ അതാണല്ലോ BJP. കുമാര, എന്നാണ് ഞാൻ ചോദിക്കാം കുമാറിനോട്. അതായത് ഈ പറഞ്ഞ ഇവരെല്ലാവരും ഉദാഹരണം പറഞ്ഞ ഇപ്പം നമ്മളോട് സംസാരിച്ച ശ്രീ രാമചന്ദ്രൻ അവിടെ വളരെ എത്രയോ കാലമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. വളരെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടിയിരുന്ന കൊല്ലത്ത് അതൊരു വിപരീത ദിശയിലേക്കാണ് പോകുന്നത്.
അത് ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അജിത്ത് ഒരു പോയിന്റ് ഇല്ലേ? തീർച്ചയായിട്ടും സി ആർ രാമേന്ദ്രൻ അല്ല കുമാർ, ഒരു വസ്തുതയുണ്ട്. സി ആർ രാമേന്ദ്രൻ പഴയ ജനയുഗമാണ്, ഇപ്പോഴും ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹം UDF-ന് അവിടെ പ്ലസ് പോയിന്റ് കൊടുത്തെങ്കിൽ അതിന് യാഥാർത്ഥ്യ ബോധം തന്നെയുണ്ട്. ഇവിടെ തുടക്കത്തിൽ SNDP-യും BJP-യും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയ്ക്ക് ലഭിച്ച മാധ്യമ ശ്രദ്ധയും ജനകീയ സ്വീകാര്യതയും ആ ആവേശം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല, എവിടെയോ പാളിച്ചു വന്നു. അപ്പോൾ അവരുടെ കോട്ടകളിൽ SNDP കോട്ടകളിൽ പോലും BJP-യും SNDP-യും തമ്മിലുള്ള ഒരു ഹാർമണിയസ് വർക്കുണ്ടായില്ല. അത് തുടക്കത്തിലെ പാളി. ആ പാളിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ BJP SNDP ഒരു വലിയ രാഷ്ട്രീയ സംഭവമായി മാറുമെന്നല്ലേ നമ്മളൊക്കെ ആദ്യം പ്രതീക്ഷിച്ചു. എന്തായാലും കുമാർ 7-ാം തീയതി വരെ ഈ പറഞ്ഞ അർത്ഥഗർഭമായിട്ടുള്ള മൗനം, അജിത്തിന്റെ നിർദ്ദേശം ഞങ്ങൾ ചർച്ച ചെയ്യാം. എവിടെയെങ്കിലും പാളിച്ച ആർക്കാർക്ക് ഉത്തരവാദി? ഒരു സെക്കൻഡ്, എനിക്ക് അയച്ചിട്ടുണ്ട് ചോദിക്കാണ്ട്. ഇവിടെ പാളിക്കഴിഞ്ഞാൽ ഇത് ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളൊരു പരാതിയാണോ ഉണ്ടാകുക, അതെയോ ഞങ്ങളെ കെട്ടിയേൽപ്പിച്ചതിന്റെ പ്രത്യാഘാതമെന്ന് ഇവർ പറയുന്നതാണോ വിലവെൽക്കപ്പെടുന്നത്? രണ്ടും ഉണ്ടാവും. പ്രശ്നം കെട്ടിയേൽപ്പിച്ചു എന്നുള്ളത് സത്യം. അപ്പൊ കെട്ടിയേൽപ്പിച്ചപ്പോൾ ഇവർക്ക് പരാതി ഉണ്ടാകും. പക്ഷേ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ SNDP, കാരണം BJP MS കുമാറും ഇവരൊക്കെ എത്രയോ ചെറിയ പാർട്ടികളുടെ പിറകെ നടന്നു. നമുക്ക് സഖ്യമാകാം. മാണി സാറിന്റെ പുറകെ എത്ര നാൾ നടന്നു. തിരുവല്ലയിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. എല്ലാ പാർട്ടികളും അതല്ല, അതൊക്കെ ബാർക്കോഴ കേസിന് ശേഷം. അല്ല, നിങ്ങൾ ശരി ചോദിക്കാനായിരിക്കും നടന്നത്. അല്ല എന്റെ കുമാറെ, ഒരു സെക്കൻഡ് അല്ലേ ഞാൻ പറയട്ടെ. മാണി സാറിന്റെ പുറകെ നിങ്ങൾ നടന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അത് വേറെ. നിങ്ങൾക്ക് വേണോ വേണ്ടയോ? ഓക്കെ, ശരി. എനിക്കൊരു ചോദ്യം. അതായത് തിരുവനന്തപുരം കൊല്ലം, നമ്മളോടൊപ്പം അജിത്ത് കൊണ്ട് വീക്ഷണത്തിന്റെ സാരഥി. ഇന്നലെ അജിത്ത് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നതാണ്. പക്ഷേ പിന്നീട് അജിത്തിന് ആ ഒരു ഉഷാർ പിന്നെ കണ്ടില്ലാത്തൊരു സംശയം എനിക്കുണ്ടായി. ബിട്ടാസെ, അജിത്തിന്റെ പണി ഇപ്പോഴും കളയരുത്. നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുക. അജിത്തിന് അവിടെ ഒരു പ്രൊമോഷൻ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ കാരണം വെച്ചാല് വീക്ഷണത്തിന്റെ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ആയിരിക്കും. അല്ല, ശൂരനാടൊരു കാര്യം അറിയാം. അജിത്ത് പറയുന്നതൊക്കെ നമ്മുടെ VM സുധീരൻ സാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം, വെമ്പി നിൽക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? തറക്കില്ലല്ലോ. അജിത്ത് താല്പര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ പ്രൊമോഷൻ ഇപ്പൊ കിട്ടും. പക്ഷെ അജിത്ത് ഇവിടുന്ന് പോകാൻ തയ്യാറാണോ? അല്ല, എറണാകുളം അവിടെയല്ലേ ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷെ അജിത്ത് പോയാൽ അജിത്തിന്റെ താല്പര്യമാണ് ഞങ്ങളുടെ താല്പര്യം. ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമാണ്. തിരുവനന്തപുരത്ത് മതി, ശരി, അവിടെ നിന്നോട്ടെ. അപ്പൊ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, നിങ്ങൾ അജിത്തിന് ഒന്നും ആക്കണ്ട. പക്ഷെ അജിത്തിന് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു അനുവാദം. ഞങ്ങളുടെ ഏറ്റവും നല്ല ആളാണ് അജിത്ത്. വീക്ഷണത്തിന്റെ പക്ഷേ അതായത് എന്ത് എഡിറ്റോറിയൽ എഴുതിയാലും നിങ്ങൾ ഇതൊക്കെ എന്ത് എഴുതി വെച്ചാലും പിറ്റേ ദിവസം അല്ല, അതെന്നറിയോ, അത് അജിത്ത് എഴുതിയല്ല, അത് AC ജോസ് എഴുതുന്ന. അല്ലല്ല, അത് നിഷേധിക്കുന്നതൊക്കെ അജിത്ത് എഴുതുന്നല്ല, AC ജോസ് എഴുതുന്നു. എനിക്കൊരു ചോദ്യം ആനണി രാജു. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നില്ല, എനിക്കൊരു കാസ്റ്റ് ഫാക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കാസ്റ്റ് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലാതെ പറയാൻ പറ്റുമോ? അത് മാത്രമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ നടന്നിട്ടുള്ളത്, ഇപ്പൊ നടക്കാൻ പോകുന്നു. ഓക്കെ, കാസ്റ്റ് മാത്രമാണ് നടക്കുന്നു എന്ന് പറയുന്നു. അത് വലിയൊരു ഹാർഡ് ഹിറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണോ? അതൊരു ശരിയല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? അഭിപ്രായമാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറ. ആര് വെച്ച് പറയണം? ആര് വേണമെങ്കിലും അഭിപ്രായമാണോ? അല്ല, എന്റെ അഭിപ്രായമാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു സെക്കൻഡ്, ഇവിടെ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദിയല്ലേ? അത് മാത്രമല്ല ആനന്ദ രാജു, ഞാൻ ഒരു കാര്യം കൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട്, അതായത് ഇവിടെയെങ്കിലും ചില സത്യങ്ങൾ പറയണ്ടേ? നിങ്ങളിങ്ങനെ എത്ര വീർപ്പ് മുട്ടിയിരിക്കരുത്, എത്ര കാലമായി ഇങ്ങനെ വിങ്ങി നിൽക്കുന്നത് ചില കാര്യങ്ങൾ പറയാത്തത് കൊണ്ട്. ഒരു കാര്യം, കാസ്റ്റ് ഫാക്ടർ ആണെങ്കിൽ ഒരുപക്ഷെ BJP-യെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ നായർ വോട്ട് ബാങ്ക്, സത്യമല്ലേ? ആണ്. ഈ SNDP ബാന്ധവം വന്നപ്പോൾ അതിലൊരു ചെറിയ ഒരു രസക്കേട് ഉണ്ടായോ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ട്. SNDP അല്ലല്ല, എല്ലാം മുഴുവൻ അതാണെന്നല്ല പറഞ്ഞത്. SNDP ബാന്ധവം ഉണ്ടായതോടുകൂടി BJP-ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ വിഭാഗം തിരിച്ച് UDF-ന് വോട്ട് ചെയ്യാൻ. കുമാറെ, അത് ഇത്രയും പേര് എന്താ കാരണം സന്ദേശത്തോടെ പറയുന്നതായിരിക്കില്ല. അത് BJP-യുടെ വോട്ട് ചോരുന്നതിൽ ആന്റണി രാജുവിനും
SRS-നും ശൂരനാടനും SRS-നൊക്കെ അല്ല അജിത്തെ അതിനകത്ത് അല്ല ബി ജെ പിക്ക് ഒരു സെക്കൻഡ് അനിൽ രാജു ബി ജെ പിക്ക് SNDP ബാധകം കൊണ്ട് ചോരുന്ന നായർ വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ട് SNDP ബാധകം കൊണ്ട് ലഭിക്കും. ഓക്കെ പ്ലസ് അജിത്തിന്റെ നിലപാട് അജിത്ത് കൺസിസ്റ്റന്റ് ആണ്. നമ്മുടെ അവിടെ അജിത്ത് ഇന്നലെ താങ്കളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് പറയാൻ സൂചിപ്പിച്ചിരുന്നു, അതായത് സൂചിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇന്ന് താങ്കൾക്ക് ശക്തിയുക്തമായിട്ടുള്ള പിന്തുണ തരാൻ വേണ്ടി ശൂരനാടിനെയും കൂടി ഞങ്ങൾ കൊണ്ട് ഇരുത്തിയുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ധീരമായിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ 2 ജില്ലകൾ പ്രവേശിച്ചു, അതായത് തിരുവനന്തപുരം, കൊല്ലം. ഈ 2 ജില്ലകളിലും ഒരുപക്ഷെ ഇടതുപക്ഷം സ്ഥിതി മെച്ചപ്പെടുത്തിയേക്കാമെന്നുള്ള സൂചനകൾ പോലും ഉണ്ട്. എന്താ കാരണം വെച്ചാൽ 2010 UDF-ന് കിട്ടുന്ന സീറ്റുകൾ നന്നായി കിട്ടിയിരുന്നത് കൊണ്ട് വേണമെങ്കിൽ ചില മാറ്റങ്ങൾ വരാം. പിന്നെ ആന്റണി രാജു സംബന്ധിച്ച പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപക്ഷെ UDF-ന് കിട്ടുമായിരുന്ന ഒരു കോർപ്പറേഷനാണ്. 15 റിബലുകളുടെ സാന്നിധ്യം കൊണ്ട് ആ സാധ്യതയും അടഞ്ഞുപോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ റിബലുകളെയൊക്കെ മറന്നിട്ട് പാവം മാണിസാറിൻ്റെ കഴുത്തിലേക്ക് നിങ്ങൾ കുതിര കയറുമോ? ഇപ്പോൾ ഒരു എഡിറ്റോറിയലുള്ള സാധ്യതയുണ്ട്. മാണിസാറിന്റെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന കോടതിയുടെ ആ ഒബ്സർവേഷൻ അത് വാദിക്കേണ്ട കാര്യമില്ല. അതിനേക്കാളൊക്കെ വലിയ വിഷയങ്ങൾ അല്ല വാദിക്കാൻ സാധ്യതയില്ല. അത് കരിയമ്മന്റെ ഒഴിവായി കൊടുത്തില്ലേ, അതോടെ ആ പ്രശ്നം തീർന്നല്ലോ. ഇനി പറയണമെങ്കിൽ ഞങ്ങളല്ലേ പറയേണ്ടത് എന്ന് തന്നെയല്ല. ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പുറത്തു വന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ AK ആന്റണി അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്യാമറകളുടെ മുമ്പിൽ പറഞ്ഞു. അതുകൊണ്ടല്ല അല്ല അദ്ദേഹമൊക്കെ എത്രയോ പരിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിനേക്കാളും ഒക്കെ പ്രധാനമായി ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അഭിപ്രായം പ്രകടനം നടത്തുന്ന വേറെ വിഷയങ്ങളെ കുറിച്ച് 7-ാം തീയതി ഇതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇത് എഴുതി വെച്ചോളാം കേട്ടോ. അയത്തെ ഒരു പക്ഷേ UDF-ന് സെറ്റ് ബാക്ക് കിട്ടിയാൽ 100% കോൺഗ്രസിൽ നിന്ന് ശ്രീ KM മാണിയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ആരംഭിക്കും. അല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടെ 7-ാം തീയതി കാര്യം പറ. 7-ന്റെ കാര്യം പറ. 7-ാം തീയതി ശൂരനാട് സത്യം പറ. 7-ാം തീയതി അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? വിറ്റാസിനോടുള്ള എല്ലാ ഇഷ്ടത്തോടും ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. ഇല്ല, അത്ര ധൈര്യം ഇല്ല ഇപ്പൊ. അങ്ങനെയൊന്നും വരത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ പോലും ഒരു ആന്റി ഇൻകംബൻസി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇത്രയും ഈ ത്രിതല സംവിധാനത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ ഭരണത്തിൽ ഇരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം കോൺഗ്രസിനെതിരായിട്ട് അല്ല UDF-നെതിരായിട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു ആന്റി ഇൻകംബൻസി ആയിട്ട് കണ്ടാൽ മതി. ആന്റണി രാജു ഇപ്പോഴും അർത്ഥഗർഭമായ മൗനത്തിലാണ്. എന്താ കാരണം വെച്ചാൽ ആന്റണി രാജുവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഉള്ള കാര്യം പറയാം. ആന്റണി രാജുവിന്റെ പാരന്റ് ബോഡി, അതായത് PJ ജോസഫിന്റെ ഗ്രൂപ്പ്, അവരിലൊരു ഐക്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. അത് ഉണ്ടായി എടുത്താൽ മാത്രമേ അല്ല മറ്റേ അജിത്തെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ സെറ്റ് ബാക്ക് ഉണ്ടായാൽ UDF-ൽ പ്രശ്നം ഉണ്ടാകും. 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആ മാണിസാർ മാത്രമല്ല, മാണിസാറിനെതിരെ അല്ലെങ്കിൽ ബാർക്കോഴ കേസിന്റെ കാരണമാണ് പരാജയപ്പെട്ടതെന്ന് കോൺഗ്രസിലെ പല വ്യക്തികളും നേതാക്കന്മാരും പറഞ്ഞു തുടങ്ങും, ഗ്രൂപ്പുകളും. ഒപ്പം മുസ്ലിം ലീഗ് മലപ്പുറത്തെക്കുറിച്ച് അതൊരു വലിയ പ്രശ്നമായി UDF-ൽ ഉന്നയിക്കും. നമ്മൾ മലപ്പുറത്തേക്ക് വരേണ്ട ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇപ്പം 7 ജില്ലകളാണ്. ഒരു കാര്യം താങ്കൾ പറഞ്ഞിരുന്നു, അതായത് ഈ ബാർക്കോഴ എന്ന് പറയുന്ന സ്റ്റേറ്റ് വിഷയമാണ്, ലോക്കലിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന്. കുറച്ച് ബാധിക്കും. എന്താ കാരണം വെച്ചാൽ ദേശീയ രാഷ്ട്രീയം ഒരുപക്ഷെ എത്രയോ ദൂരെ കിടക്കുന്ന ഉത്തർപ്രദേശിന്റെ ഗ്രാമപഞ്ചായത്തുകളിലെ ജനവിധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഒരുപാട് ചർച്ച ചെയ്തതാണ് കുമാറെ. ഒരു സെക്കൻഡ്, ഓരോ രസതന്ത്രമുണ്ട്. ഇതാ ദേശീയ രാഷ്ട്രീയം, അതായത് 80 ലോക്സഭാ സീറ്റിൽ 71 ലോക്സഭാ സീറ്റ് BJP ഒറ്റയ്ക്ക് നേടിയ ഉത്തർപ്രദേശിൽ, വാരണാസിയിൽ 58 സീറ്റിൽ 50-ലും BJP പരാജയപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിന് പ്രത്യാഘാതമാണെന്ന് BJP-യുടെ സമ്മതിതരായ നേതാക്കൾ സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ഈ പറഞ്ഞ ക്യാമ്പയിന്, പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, അവിടെ ദളിത് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BSPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഹരിയാനയിലെ ദളിത് ഒരു അറ്റാക്ക് വലിയൊരു ക്യാമ്പയിൻ വിഷയമായി. എന്തെങ്കിലും ആട്ടെ. അടുത്ത് ലക്നോ, അടുത്ത് താങ്കളുടെ രണ്ടാമനോ മൂന്നാമെന്നോ അവകാശപ്പെടാൻ പറ്റുന്ന രാജ്നാഥ് സിംഗിന്റെ മണ്ഡലത്തിൽ 28-ൽ 24 സീറ്റിലും BJP പരാജയപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്ക് എങ്ങനെയാണ് വിദൂരമായിട്ടുള്ള ഗ്രാമങ്ങളെ സ്വാധീനിക്കുന്നത്? 3, ഡിയോറ, അതായത് കൽരാജ് മിശ്രയുടെ മണ്ഡലം. കേന്ദ്രമന്ത്രിയാണ്, മുൻ BJP-യുടെ
എത്രയോ കാലമായിട്ട് BJP അധ്യക്ഷനായിരുന്നു. 56-ൽ 49 സീറ്റിലും BJP പരാജയപ്പെട്ടു. ഒരു 3 കാർഡുകൾ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് ഒരു പക്ഷേ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും പ്രസക്തമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. കുമാർ, ഇനി പറഞ്ഞാൽ അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ കുറെ സീറ്റിൽ പരാജയപ്പെടുന്ന വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും. നമ്മൾ ജയിക്കുമ്പോൾ മധ്യ അതാണെന്നും പരാജയപ്പെട്ടാൽ തകർന്നു പോയി എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അതിൽ വലിയ അർത്ഥം പരാജയമല്ലേ കുമാർ? ആണല്ലോ, ആണ്. പരാജയമാണെന്ന് പിന്നെ പരാജയപ്പെട്ടാൽ പിന്നെ അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റും. ഇവരെല്ലാവരും ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരള ഹൗസ് സംഭവം, ബീഫ് സംഭവം, ദാദ്രി സംഭവം, ഹരിയാന സംഭവം, ഇതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഏത് സംഭവം എടുത്തും നിങ്ങൾ 9 മണിക്ക് എല്ലാ ചാനലുകാരും കൂടി ചർച്ച ചെയ്ത് അതിനെ കുളവാക്കി കൈ കൊടുക്കുമല്ലോ. നിങ്ങളാണല്ലോ ഇപ്പൊ അജണ്ട നിശ്ചയില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾ എടുക്കും. ഹരിയാനയിൽ നിങ്ങൾ വലിയ ആവേശപൂർവ്വം ചർച്ച ചെയ്തു 2 ദളിത് മരിച്ച കാര്യം. പക്ഷേ ആ ഫോറൻസിക് റിപ്പോർട്ടിൽ അവർ സൂയിസൈഡ് ആണെന്നും വീട്ടിനകത്തുനിന്ന് തന്നെയാണ് ആ തീ ഉണ്ടായെന്നുള്ള റിപ്പോർട്ട് ഒരു ചാനലും പറഞ്ഞില്ല. വാർത്ത പോലും ആക്കിയില്ലല്ലോ. ചർച്ച ചെയ്യാത്ത പോട്ടെ, വാർത്ത പോലും ആക്കിയില്ല. ഈ കേരള ഹൗസിലെ സംഭവം ഒരുപാട് ചർച്ച ചെയ്താണ്, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. അവിടെ ഉണ്ടായ സംഭവം ശരിക്കും ഒരു ലാൻഡ് ഓർഡർ വിഷയമല്ലേ? പക്ഷെ അതിനെ രണ്ട് വയസ്സും 11 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെ ആത്മഹത്യ? അവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ജയിച്ചതാണ് കുഴപ്പമുണ്ടായിരുന്നു. യുപിയിൽ എന്ത് സംഭവിച്ചു? അവിടെ ഏത് മാധ്യമം? പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തായാലും കുമാർ ഇതൊക്കെ സ്വാധീനം മോഡി അധികാരത്തിൽ വളരെ വേഗത്തിൽ 2 സീറ്റ് 84-ൽ 2 സീറ്റിൽ നിന്നാണ് BJP നിലയ്ക്ക് എത്തിയത്. ഒരു കാര്യം, അതുകൊണ്ട് ആഴ്ച ഉയർച്ചയൊക്കെ ഉണ്ടാവും. എവിടെ? മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഒക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് യുപിയിൽ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ജയം ഈ ഹോർമോൺ കുത്തിവെച്ച് കിട്ടിയ ഒരു സൗന്ദര്യവും പുഷ്ടിയുമായിരുന്നു. കാരണം അവിടെ സ്ട്രാറ്റജി കൊണ്ട് മാത്രമാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ BJPക്ക് അത്രയും സീറ്റ് കിട്ടാനുള്ള അർഹതയില്ല. അവിടെ വളരെ 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 തന്ത്രങ്ങൾ മെനഞ്ഞത് കൊണ്ടാണ് കിട്ടിയത്. യുപിയുടെ സ്ഥിതി അതാണ്. ഇപ്രാവശ്യം ആ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ഡോംബിവല്ലിയിൽ അവിടെ BJP ശിവസേനയും കൂടെ ഹെഡ് ഓൺ ആയിരുന്നു. അവിടെ BJPയെ പിന്നിലാക്കിയിട്ട് ശിവസേന കയറിപ്പോയി. അവിടെയൊക്കെ BJPക്ക് ഒരു എന്താ പറയുക ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞ സ്ഥലമാണ്. ഒരു പക്ഷേ വിഷണം അജിത്ത്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ BJPക്ക് ഒരു സ്ലൈഡ് ഡൗൺ ആരംഭിച്ചോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമല്ലോ കരുതാൻ. അത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട്. ഒരു പക്ഷേ ശ്രീ നരേന്ദ്രമോദി പ്രധാനമായിട്ട് വരുമ്പോൾ അദ്ദേഹം 15 വർഷത്തെ അജണ്ട ഇട്ടാണ് വന്നത്. അതൊരു സെക്കൻഡ് ടൈം എന്ന് പോലും കിട്ടുമെന്നുള്ളൊരു ധാരണ പിന്നീട് തുടക്കത്തിലുണ്ടാക്കി. ഇപ്പോൾ ഈ 5 കൊല്ലം തയ്ക്കുന്ന കാര്യം പോലും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കുമാർ, ഇതൊരു വൈക്ലഭ്യം ഉണ്ടോ? മോത്തൊരു വല്ലാത്തൊരു ഒരു കാര്യം എനിക്ക് ആത്മാർത്ഥമായിട്ട് അറിയാം, കുമാറിന് ഇമാതിരി പേക്കൂത്തുകളോടൊന്നും താല്പര്യമില്ല. അതായത് കുമാർ ഹൈലി സെക്കുലർ എന്ന് തന്നെയല്ല UPIക്ക് ഒരു സെക്കൻഡ് ടൈം കിട്ടിയതുപോലെ മുമ്പ് വാജ്പേയി ഇരുന്ന സമയത്തും ഒരു ഇന്ത്യ കുമാർ ഇന്നേ വരെ ഒരു കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള പരിപാടികളെ എതിർക്കാതിട്ടില്ല. ശക്തിയുക്തി എതിർക്കുന്ന ആളാണ്. പിന്നെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പിഴക്കണമെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിശബ്ദതയോടെ കാണണം. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അല്ലാതെ പറയാൻ പറ്റുമോ കുമാർ എന്നെ സുഹൃത്തെ? ഇങ്ങനെ പോയാൽ ഇനി ഒരു സെക്കൻഡ് ടൈമിനെ കുറിച്ച് അദ്ദേഹം സ്വപ്നം കാണുകയേ വേണ്ട. എന്നാലും രാഹുൽ ഗാന്ധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടാ? അല്ല, സാഹചര്യം മാറി വരികയല്ലേ. വേറെ ഒരുപാട് വഴികളുണ്ട് ഡൽഹിയിലേക്ക്. ബംഗാളിൽ, ത്രിപുരയിലും കേരളത്തിലും മാത്രം LDF-നെ കൊണ്ട് സാധിക്കുമോ? അപ്പൊ വേറെ വഴികളുണ്ടാവും. തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് നമ്മള് മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്.